ഐഫൽ ടവർ ഡീമോളിഷ് ചെയ്യാൻ പോകുവാന്ന് കേട്ടു. എന്നാ പിന്നെ പൊളിക്ക് മുന്നേ ഒന്ന് പോയി കാണാന്ന് ഓർത്തു. ഫ്രാൻസ് ഓവർ റേറ്റഡ് ആൻഡ് എക്സ്പെൻസീവ് ആണെന്ന് കേട്ടെങ്കിലും ഐഫൽ ടവർ പണ്ട് തൊട്ടുള്ള ഒരു ഡ്രീമാണ്. ഞാൻ ഹൈ എക്സ്പെക്ടേഷന്റെയും എക്സൈറ്റ്മെന്റിന്റെയും മൈൻഡ് സെറ്റിലായിരുന്നു. പാരീസിൽ ചെന്നപ്പോ തന്നെ അതങ്ങ് മാറി കിട്ടി. വായിൽ വെക്കാൻ കൊള്ളുന്ന ഫുഡ് കഴിക്കാൻ കിട്ടുന്ന ഒരു സ്ഥലം പോലും തൊട്ടടുത്തില്ലാത്ത ഒരു ടൂറിസ്റ്റ് സ്പോട്ട്. പക്ഷെ ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ പൈസ മുതലായെന്ന് എനിക്ക് തോന്നിയത് നൈറ്റ് ടൈം ഐഫൽ ടവറിന്റെ വ്യൂ കണ്ടപ്പോഴാണ് ഒരു ആശ്വാസം. പിന്നെ കാണാൻ പോയത് ഈ ലോകത്തെ ഏറ്റവും ഡിമാൻഡുള്ള പെണ്ണിനെയാണ്, മൊണാലിസ. ലോകത്തെ ഏറ്റവും കൂടുതൽ മോഷ്ടിക്കാൻ ശ്രമം നടന്ന പെയിന്റിംഗ് ആണിത്. പിന്നെ കൊട്ടാരം പോലിരിക്കുന്ന ഒരു ഷോപ്പിംഗ് മോൾ കാണാനായിട്ട് പോയി. സ്റ്റോറി ഇടാനും വീഡിയോ എടുക്കാനും വേണ്ടി മാത്രം. അവിടെ ലൂയി വിറ്റോൺ ഷോപ്പില് കയ്യിൽ പൈസ ഉള്ളവർ ക്യൂ നിൽക്കും, പൈസ ഇല്ലാത്ത നമ്മളത് കണ്ടു നിൽക്കും. പിന്നെ സോഷ്യൽ മീഡിയയിൽ ഫേമസ് ആയിട്ടുള്ള പാരീസിലെ സ്പെഷ്യൽ ക്വസനും ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ പലയിടത്തും കയറി ഇറങ്ങി കഴിച്ചു. ഈ ഐഫൽ ടവർ എപ്പോൾ പൊളിക്കുമെന്ന് ഞാൻ ചോദിച്ചപ്പോൾ തൽക്കാലം പ്ലാൻ ഒന്നും ഇല്ല, അതൊക്കെ ഈ ഓരോ മഞ്ഞപത്രക്കാർ എഴുതി വിടുന്നതാണെന്ന് അവർ പറഞ്ഞു. അല്ലെങ്കിൽ ഈ ഐഫൽ ടവറും കൂടി എടുത്തു കളഞ്ഞാൽ പിന്നെ പാരീസിന്റെ ഡിമാൻഡ് മൊത്തത്തിൽ അങ്ങ് പോകും. ആദ്യമായിട്ട് ഡബിൾ ഡെക്കർ ട്രെയിനിൽ കയറുന്നത് ഇവിടെ വന്നിട്ടാണ്. ലോകത്തിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് അണ്ടർഗ്രൗണ്ട് റെയിൽവേസിൽ ഒന്നാണ് ഫ്രാൻസിലെ. ജസ്റ്റ് വൺ ടൈം വിസിറ്റിന് മാത്രം വലിയ എക്സ്പെക്ടേഷൻസ് ഇല്ലാണ്ട് പോയാൽ ചിലപ്പോൾ പാരീസ് നിങ്ങൾക്ക് കുറച്ചുകൂടെ എൻജോയ് ചെയ്യാനായിട്ട് പറ്റുമായിരിക്കും.